ജനറേഷൻ വേണമെന്നുള്ള ഒരു I have attended several sessions and seminars in my life. Basically, training workshops, people used to try to teach us so many things. Here, these people who have given us the training sessions, they were actually, instead of teaching us, they were showing the best examples to be the best example for us to follow as teachers in our during the transactions in the class. Their examples or personal examples, especially Sir has given many examples which has been taken from his own experience, from his own schoolings, and it was really memorable. And truly speaking, I have never attended such a fruitful session, and also there is so much take home for me. Thank you so much, team Resource. നമുക്കെല്ലാവർക്കും അറിയാം ട്രെയിനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ പുകഴ്ത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാനിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കും. ശരിക്കും ഈ എൻ്റെ പ്രായം അനുസരിച്ച് ഞാൻ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ട ആളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈശ്വരേച്ഛ കൊണ്ടും സംഘനിയോഗം കൊണ്ടും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനെ മാറ്റാനാണോ ഇവരിവിടെ ക്ലാസ് എടുത്തത്, എന്തിനെ നന്നാക്കാനാണോ ഈ ക്ലാസ് ഇവിടെ കണ്ടക്ട് ചെയ്തത്, അതിൽപ്പെട്ട ആളാണ് ഞാൻ. ജനറേഷൻ സെറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ആ ജനറേഷൻ സെറ്റിൽ എന്തോ സംഗതിയുണ്ട്, ഒരൊറ്റ കൊല്ലത്തിൻ്റെ മാറ്റത്തിൽ ആ ജനറേഷൻ സെറ്റിൽ പെട്ടുപോയ ആളാണ് ഞാൻ. അപ്പോൾ എന്നെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളത് ഞാൻ തന്നെ പഠിച്ചു. അപ്പോൾ അതിലൊരു വലിയ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, എൻ്റെ ടീച്ചേഴ്സ് എങ്ങനെയാവണമെന്ന് ഞാനൊരു കാലത്തിരുന്ന് ചിന്തിച്ചിരുന്നു. അതേപോലെ എനിക്കൊരു സെഷൻ കിട്ടി. അപ്പോൾ എനിക്ക് അതിലൂടെ രണ്ട് പെർസ്പെക്റ്റീവിലൂടെ ട്രെയിനിങ്ങിനെ കാണാൻ പറ്റി, എഡ്യൂക്കേഷനെ കാണാൻ പറ്റി എന്നുള്ളതൊരു വലിയ ഗുണമായിട്ട് ഞാൻ കാണാറ്. ഒന്ന്, ആസ് എ ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഐ സ്റ്റഡീഡ് അല്ലെങ്കിൽ ഐ ലേൺ ഹൗ ടു ടീച്ച് എഫക്റ്റീവ്ലി. അത് ഞാൻ പഠിച്ചു. അടുത്തത്, ആസ് എ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ, എങ്ങനെ ആയിരിക്കും അവർ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനെങ്ങനെ എൻ്റെ പരമ്പരാഗതമായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടോലല്ലേ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ രണ്ട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഇത് ഞാൻ കരുതുന്നത് എനിക്കിത് വളരെ എഫക്റ്റീവായി. കാരണം എങ്ങനെ ആയിത്തീരണമെന്നുള്ളതിന് ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് പെർസ്പെക്റ്റീവിൽ ഞാൻ എങ്ങനെ പഠിപ്പിക്കണമെന്നും, അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെ തയ്യാറെടുക്കണമെന്നും, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെയും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരെയും എങ്ങനെ തയ്യാറെടുപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും വ്യക്തമായൊരു ധാരണ എനിക്ക് കിട്ടി. അപ്പോൾ അതിന് എന്നെ ഇങ്ങോട്ട് അയച്ച വിദ്യാനികേതനും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ തന്ന റിസോഴ്സിലേക്കും അതിന് അവസരമൊരുക്കിയ വിദ്യാനികേതനും എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം അത് ഞാൻ അറിയിച്ച മതിയാവും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം രണ്ട് രീതിയിലുള്ള അനുഭവം, ഈ കൂട്ടത്തിൽ ഏറ്റവും പ്ലസ് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നത് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നേ കിട്ടിയില്ല, എനിക്ക് രണ്ടെണ്ണം കിട്ടിയതുകൊണ്ടാണ്. താങ്ക് യു. കുടയത്തൂർ തൊടുപുഴ
തന്നെ എന്താ പറയുക, തെല്ലൊരു അഹങ്കാരം, തെല്ലൊരു കോംപ്ലക്സ് ഒക്കെ വെച്ച് എന്താ പറയുക, ഇത് കുറെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണല്ലോ, 2 ദിവസം ബോളിംഗ് സെഷൻ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് സത്യമായിട്ട് വന്നത്. പക്ഷേ ഫ്രം ദ വെരി ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ഇനാഗുറേഷൻ, സ്റ്റുഡൻറ് ടീച്ചർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ സാർ എടുത്ത ക്ലാസ്സിൽ സാർ പറഞ്ഞ എന്താ പറയുന്നത്, ഒരാളെ ഒരു സപ്പോർട്ട്, ഒരു സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്താണ് തോളിൽ ചേർത്ത് വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് ഓരോ കുട്ടിയുടെ മുഖം വന്നിട്ട് അവനെ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ട്രീറ്റ് ചെയ്യാമായിരുന്നല്ലോ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഓരോടെ വെച്ച് യുണീക്കായിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഫ്രം ദ വെരി ഫസ്റ്റ് സെഷൻ ഐ റിയലി എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി സെഷൻ കണ്ടക്ട് ചെയ്യുക. ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, പിന്നെ എന്താ പറയുക, ഒന്ന് ഇഴുകിച്ചേരേണ്ട കാര്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുന്നത്, കുറേ വർഷം ഇങ്ങനെ സംഘത്തിൻ്റെ ചുമതലയിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ കുറച്ചൊരു മസിൽ കൊടുത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് തന്നെ നമ്മൾ ശരിക്കും. അങ്ങനെ ഒരു ടീമിൻ്റെ ഒപ്പം എങ്ങനെ സിങ്ക് ആവും എന്നുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുന്ന നമ്മുടെ ഒരു വേൾഡ് ടൂർ എന്ന് പറഞ്ഞ ഗെയിം, ആ ഗെയിം കളിച്ചോടുകൂടി തന്നെ ഒരു ടീം സെറ്റായി. പിന്നെ മൊത്തത്തിൽ എല്ലാവരുമായിട്ട് സിങ്കായിട്ട് അടിപൊളിയായിട്ട് പോകുന്നൊരു നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. എന്തായാലും പിന്നെ ഫിലിപ്പ് സാറിൻ്റെ തെറാപ്പി സെഷൻ, ഇവിടെ എല്ലാവരും എന്നെ എന്താ പറയുന്ന ഒരു പറയുന്നത്, ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് ആസ്പെക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അതിനെ പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഓരോ എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കും പല സംഭവങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ റിയലി ടച്ചിങ് എന്ന് തന്നെ പറയണം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ഓരോ സെഷനും വളരെയധികം എൻജോയ് ചെയ്തു. വെരി താങ്ക് ടു റിസോഴ്സിയ ആൻഡ് ഭാരതീയ വിദ്യാനികേതൻ. എന്തായാലും പങ്കെടുക്കാൻ വന്നതിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് അഹങ്കാരവും ഈ പറഞ്ഞ കോംപ്ലക്സും അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. എൻ്റെ പേര് അനിൽ മോഹൻ. ഞാൻ കുടയത്തൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഇവിടെ ഭാരതീയ വിദ്യാനികേതൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ റിസോഴ്സിയോടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയും ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നു. ഇന്നിപ്പോൾ ട്രെയിനിങ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. സാധാരണഗതിയിൽ പല ട്രെയിനിങ്ങുകളും നമ്മളിൽ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സ്കൂളുകളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലൊരു സാധാരണ ട്രെയിനിങ് എന്ന നിലയിൽ നമ്മൾ വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് അതൊരു സാധാരണ ലെക്ചർമെൻ്റായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നില്ല. പൂർണ്ണമായും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരുന്നു, ജോയ്ഫുൾ ആയിരുന്നു. ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ ഇവിടെ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും അതേപോലെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിലുള്ള ആളുകൾക്കും ഇവരൊക്കെ ഇതിലുണ്ട്. അവർക്കൊക്കെ വേറിട്ടൊരു അനുഭവമായിരുന്നു. അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സുകളെക്കുറിച്ച് ഞങ്ങൾ തുറന്ന് സംസാരിക്കുകയും നമ്മുടെ ലൈവായിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന, വളരെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ, അതേപോലെ ആക്ടിവിറ്റീസ് നാളെ നമ്മുടെ സ്കൂളുകളിൽ ഇത് ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായും നല്ലൊരു വിജയം തന്നെയായിരുന്നു നമ്മുടെ നമസ്തേ, എൻ്റെ പേര് രേഖ. ഞാൻ കൊല്ലം പുതിയ സ്കൂളിൽ നിന്നെയാണ്, അവിടെ പ്രിൻസിപ്പളാണ്. 2012 മുതൽ ഞാൻ അവിടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2012 മുതലുള്ള പ്രിൻസിപ്പൽസ് ട്രെയിനിങ് ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാധാരണ പോലെ നോർമൽ കുറച്ച് നോളജ് ഇമ്പാർട്ടിങ്, എന്താണ് CBSE, അതായത് ചേഞ്ചസ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എന്ന രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് തികച്ചും വ്യത്യസ്തമായൊരു ക്ലാസ്സായിരുന്നു. വളരെ എക്സലൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഇൻസൈറ്റ്, എന്താണ് ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ എത്ര ബാക്കിലാണ്. അപ്പോൾ ആ ഒരു കോട്ടിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നലകളിൽ നമ്മളുടെ ടീച്ചർ ഇന്നലകളിൽ പഠിപ്പിച്ചത് ഇന്നത്തെ കുട്ടികളെ നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മൾ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. അതിനകത്ത് എല്ലാം ഉണ്ട്. എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ തലമുറയിലേക്ക് വരുന്ന വ്യതിയാനങ്ങൾ, ആ ജനറേഷൻ ഗ്യാപ്പ്, അതിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ് ദിശാരിയിൽ നിന്ന് കിട്ടി. ഒരിക്കലും ഇത്ര നല്ലൊരു ക്ലാസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പം ഇവൻ നമ്മുടെ റോൾ എന്താണെന്ന് കുറിച്ച് ചിന്തിക്കാനായിട്ട്, നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്ക് എന്തൊക്കെ നമ്മൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും, എങ്ങനെ ആയിരിക്കണം ഒരു ടീച്ചർ, എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം, എന്താണ് കുട്ടികൾ, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എങ്ങനെ കവർ ചെയ്യണം, എന്തൊക്കെയാണ് ഡിസ്റ്റൻസ്. അതുപോലെ ക്ലാസ് റൂം ഒരു ബോറിംഗ് ആയിട്ടാണ്, തലമുറ ഒരുപാട് വ്യത്യാസം വന്നു. ഡിജിറ്റൽ യുഗത്തിലാണ് അവർ.
ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളാണ്, അവർക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു തലമുറയെ എങ്ങനെ കൈകാര്യം ചെയ്യണം? കാരണം ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. ഈ തലമുറയിലെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഈ ദിശായിൽ നിന്നും ഞങ്ങൾ ഓരോ പ്രിൻസിപ്പൽസിനും കിട്ടി. അതിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്ദി ഭാരതീയ വിജ്ഞാനികളോടും നിങ്ങളോടും അറിയിച്ചു. നമസ്തേ ആൻഡ് ഗുഡ് മോർണിംഗ്. ഞാൻ ദീപ ഫ്രം ശ്രീ വള്ളനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ. ഞാൻ അവിടെ അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഇതെനിക്ക് അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ പ്രിൻസിപ്പൽസ് മീറ്റ് അറ്റൻഡ് ചെയ്യുക. ഞങ്ങളുടെ പ്രിൻസിപ്പൾക്ക് വേറൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവുകൊണ്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. ബട്ട് ഇറ്റ് വാസ് മൈ ലക്ക് ആക്ച്വലി. കുറേ മീറ്റിങ്സ് ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹിയർ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് അവർ ലാക്കിങ്സ് വി വർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ റിയാലിറ്റി. ഇതുവരെ നമ്മൾ എന്താണെങ്കിലും ഉള്ള ബ്ലെയിംസ് എല്ലാം മാക്സിമം ടു ദ എക്സ്റ്റെൻറ്റ് വി ടെൽ ഓൺ ദി ചിൽഡ്രൻ. They are not learning, they are not doing things. This is what we tell, the excuses that we used to make out to the parents. But from here we understood that the major problem is with we teachers. We are the first category who have to change. Then only we can make change in the coming generation. Our strategies in a comfort zone. അത് പറഞ്ഞമാതിരി തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് തന്നു. നമ്മളൊരു കംഫർട്ട് സോണിലാണ്. വി ആർ നെവർ റെഡി ടു വർക്ക്, വി ആർ നെവർ റെഡി ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, never ready to become one with the children whom we are trying to teach. So if we want to mold the future generation, we also should be adjusting with their needs, their wants and also their happiness. So thank you the Socio team for providing us with this rare opportunity, and thank you. Namaste, എൻ്റെ പേര് സന്ധ്യ ശ്രീകുമാർ. ഐ എം ഫ്രം സരസ്വതി വിദ്യാനികേതൻ എളമക്കര. ആക്ച്വലി ഒരാഴ്ച മുമ്പ് എൻ്റെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ട്, ഓണം പാലക്കാടാണ്, 2 ദിവസത്തെ ട്രെയിനിങ് ആണ് എന്നൊക്കെ വിചാരിച്ചപ്പം എൻ്റെ മകൻ 12ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവനെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ട്രെയിനിങ് അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത്. തലേ ദിവസം ട്രെയിനിങ്ങിൻ്റെ ഒരു ഇത് വന്നു, ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിൻ്റെ ഇതൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ ഗ്രൂപ്പാണ്, ഐറ്റംസാണ്, ഇങ്ങനെ കളർ കോഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരു ത്രില്ലൊക്കെ വന്നു. പിന്നെ എന്നാലും വിചാരിച്ചു എന്നാലും ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്, പോവാം എന്നൊക്കെ എഴുതി. പ്രിൻസിപ്പൽ സാറും ഞാനും കമ്പ്യൂട്ടർ ഹെഡ് സാറും കൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആദ്യത്തെ ആസ് യൂഷ്വൽ ഇൻട്രൊഡക്ഷൻ, സാധാരണ ഒരു ട്രെയിനിങ് ആ രീതിയിലാണ് ഞാൻ പോയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ആ ഡീപ്പസ്റ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം കുറച്ചൊക്കെ ഞാൻ കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ടീച്ചറാണെന്നും കുട്ടികളുടെ ഇതിനനുസരിച്ച് പെരുമാറുന്ന ഒരാളെന്നൊക്കെ ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പകുതി എത്തിയിട്ടുള്ളൂ. തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഒരിക്കലും, പകുതിയെ ഞാൻ എത്തിയിട്ടുള്ളൂ. ഇനി എനിക്ക് ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്, കുട്ടികളിലേക്ക് ഒത്തിരി ഇറങ്ങാനുണ്ട്. അതായത് ന്യൂ ജനറേഷനിലേക്ക് കുറേ ഇറങ്ങാനുണ്ട്. അവരുടെ ഇമോഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ആക്ച്വൽ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പം ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ വി ആർ ട്രെയിനിങ് ദ ടുഡേയ്സ് ചിൽഡ്രൻ ഫോർ ടുമോറോ ഫ്രം ദ എസ്റ്റഡീസ് പോർഷൻ വന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം നമ്മളും ടുഡേയിലേക്കും ടുമോറോയിലേക്കും വരണം എന്നുള്ളൊരു തിരിച്ചറിവ്, അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു. നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് കിട്ടിയ ഒരു അവസരം. ഇത് തന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനും കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയത് കൊണ്ടൊന്നും ആയില്ല. എനിക്ക് അടുത്ത മീറ്റിങ്സിലും ട്രെയിനിങ്സിലൊക്കെ എനിക്ക് ടീച്ചേഴ്സിനോട് പറയായിരിക്കും. പക്ഷേ ഇത്രയും ഇഫക്റ്റീവായിട്ട് പറയാൻ പറ്റുമോ എന്നാന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക സർവേ, അതൊരു വലിയൊരു ബേസാണ്. ആ ബേസിനെ വെച്ച് പറയാനായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. പക്ഷെ നിങ്ങൾ ആ വിത്ത് പ്രൂഫ് പറയുമ്പം എല്ലാവരും അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. നമുക്ക് അവിടെ ഇരുന്നിട്ട് നമ്മൾ ഉരുന്ന ഒരു ഉരുകലുണ്ട്, നമ്മളെന്നും ആയില്ല എന്നൊരു തോന്നൽ. അതൊരു വല്ലാത്ത തിരിച്ചറിവാണ് ഓരോ ടീച്ചർക്കും. ഇത് വളരെ ഇഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ സൈക്കോളജിക്കൽ സെക്ഷനുമൊക്കെ നമ്മൾ അങ്ങനത്തെ കുറേ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഡിഫറൻസ് വന്നത് ഒരു വളരെ നല്ല ഒരു സെഷനാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് സർവീസ്. അതുപോലെ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക്, ആ ബേസ്മെൻറ്റ് വർക്ക്, അത് ഭയങ്കര അപ്രീഷിയേറ്റബിളാണ്. താങ്ക് യു. അതായത് ഉൾക്കാഴ്ച നൽകുവാൻ റിസർച്ച് ടീമിന് സാധിച്ചു. അതിൽ ഭാരതീയ വിദ്യാലയത്തിൻ്റെ പേരിൽ അഗതയവുമായ കൃതജ്ഞത നന്ദി സാറിനോട് രേഖപ്പെടുത്തുന്നു.